ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന വീട് കണ്ടോട്ടാ. ഇത് കണ്ട് ഇത്രയും സെറ്റപ്പുള്ള വീട് വൻ വിലക്കുറവാണ്. ഇതിന്റെ വില കേട്ടാൽ നിങ്ങൾ കിടുങ്ങിപ്പോകും. ഇത്രയും നല്ല വീട് ഈ വിലക്ക് കിട്ടുമെന്ന് നിങ്ങൾ ഉറപ്പായിട്ടും ചിന്തിച്ചിരിക്കും. അത്രയും വില കുറവെന്ന് അത്രയും വില കുറവാണ്. നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണോട്ടാ. കാരണം ഞാൻ വെറുതെ പറഞ്ഞല്ല, അത്രയും വില കുറവുള്ളൊരു വീടാണത്. എല്ലാവരും അപ്പോൾ ഈ വീടിനൊരു ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക. ഇതൊരു റിക്വസ്റ്റ് ആണ് കേട്ടോ. എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചേക്കണേ. കാരണം കഴിഞ്ഞ ദിവസമൊക്കെ മിക്കവരും ലൈക്ക് അടിച്ച്. പക്ഷേ ലൈക്ക് അടിക്കാത്ത കുറച്ച് ആൾക്കാരുണ്ട്, അവരും കൂടി ഒന്ന് ലൈക്ക് അടിച്ചേക്കണേ. കാരണം വെറുതെ അതുമ്പോൾ ലൈക്ക് ബട്ടൺ ഒന്ന് തൊട്ടാൽ പോരെ. ഒരു ലൈക്ക് കിട്ടുമ്പോഴേക്കും എനിക്കൊരു സന്തോഷം കിട്ടും. അപ്പോൾ എല്ലാവരും ലൈക്ക് അടിക്കുന്ന പ്രതീക്ഷയോടെ നമുക്ക് വീഡിയോ തുടങ്ങാം. മുറ്റത്താണെങ്കിൽ ഇഷ്ടം പോലെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ദേ ഒരു വറ്റാത്തൊരു കിണറും വെള്ളമൊക്കെ നിങ്ങൾക്ക് കണ്ടോട്ടെ, കണ്ണീര് പോലത്തെ വെള്ളവും. ഞാൻ ഈ ഷീറ്റ് മാറ്റി കാണിച്ചു തരാം. ഇത് കണ്ടേ, കണ്ണീര് പോലെ വെള്ളം. എത്ര വേനൽ വന്നാലും കിണറ്റിലെ വെള്ളം പറ്റൂല, അത് ഗ്യാരണ്ടി. കണ്ട കാർ പോർച്ച് ഉണ്ട്. അല്ലാണ്ട് തന്നെ മുറ്റത്ത് ഒരു 5-6 വണ്ടി പാർക്ക് ചെയ്യണ സൗകര്യം വേറെ ഉണ്ട്. പിന്നെ ബാക്കിലോട്ട് എന്ന് പറഞ്ഞാൽ ഈ ബാക്കിൽ അത്യാവശ്യം നമുക്ക് കൃഷി ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ ഉള്ള സ്ഥലം അതും ഉണ്ട്. അത്യാവശ്യം എന്താ വാഴയും കാര്യങ്ങളൊക്കെ ഇവിടെ നിൽപ്പുണ്ട്. ഇവിടെ ആരും താമസമില്ലാത്തവരാണ് ഈ വീട് ഇങ്ങനെ കിടക്കണത്. ഈ പുല്ലൊക്കെ പിടിച്ച്. അപ്പം അത് കാരണം ഇത് കൊടുക്കണത് അത്യാവശ്യം കണ്ടാവും. ബാക്കിലൊക്കെ അത്യാവശ്യം സ്ഥലവും കാര്യങ്ങളെല്ലാം ഉണ്ട്. 4 ചുറ്റും മതിലും കെട്ടിയിട്ടുണ്ട്. ഇന്റർലോക്കൊക്കെ ഇട്ട് നല്ല വൃത്തിയാണ്. ഇത് ഉപയോഗിക്കാൻ തുടങ്ങി പിന്നെയും വൃത്തിയാവും. കണ്ട ഇതാണ് ഇതിന്റെ സിറ്റ് ഔട്ടിലൊക്കെ ഫ്ലോറൊക്കെ ഗ്രാനൈറ്റ് സ്ലാബാണ് ഇട്ടേക്കണം. അതുപോലെ തന്നെയാണ് ഭിത്തിയൊക്കെ ഉണ്ട്. ഭിത്തിയിലൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വുഡ് പാനൽ ചെയ്തേക്കണം. തടി കണ്ടി പാനൽ ചെയ്തേക്കണം, ടൈലല്ലത്. മൊത്തം തടിയിൽ പാനൽ ചെയ്തേക്കണം. നല്ല പണിയെടുത്തിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ വില കെട്ടിയിട്ടുണ്ടെങ്കിലാണ് നമുക്ക് ചിരി വരുന്നത്. കാരണം അവരത്രയും വില കുറവിനാണ് അത് കൊടുക്കുന്നത്. കണ്ടോ വാതിലൊക്കെ ഉണ്ടോ, അത്യാവശ്യം നല്ല ഡിസൈൻ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് 2 പാളി വാതിലാണ്. ഇതാണ് ഇതിന്റെ ലിവിങ് ഏരിയ വരുന്നത്. കണ്ടോ അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ലിവിങ് ഏരിയ ഉണ്ട്. കണ്ടോ ഇപ്പുറ സൈഡിലോട്ടും ഉണ്ട്. ഇവിടുന്ന് സ്റ്റെയർ കേസ് മുഴുവൻ കണ്ട അത്യാവശ്യം നല്ല വലിപ്പമുള്ള ലിവിങ് ഏരിയ. ഇവിടെയാണ് ടിവിയും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തേക്കണത്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാലോ എന്തോരം വലിപ്പം. ഇത് നിങ്ങളുടെ ഡൈനിങ് ഏരിയ. ഈ ഒരു ഫില്ലറിന്റെ ഗ്യാപ്പ് ഒരു കർട്ടൻ കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പ്രൈവസി കിട്ടും ഡൈനിങ് ഏരിയക്ക്. അതായത് നിങ്ങൾ വാങ്ങിച്ചു ചെയ്താൽ മതി. അവിടെ ഒരു വാഷ് ബേസും കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു റൂമായിട്ട് കാണാം. ഈ അറ്റത്തുനിന്ന് തുടങ്ങിയാണ് കണ്ടുപോവാം. കണ്ടാ ഇത് റൂമിന്റെ ഒക്കെ വലിപ്പം നോക്കിങ്ങ അത്യാവശ്യം നല്ല വലിപ്പമുള്ള റൂമാണ് ഈ വീടിനുള്ളത്. കണ്ടോ അത്യാവശ്യം നല്ല ഏരിയ ഉണ്ട്. ഇതൊരു അറ്റാച്ച്ഡ് ബെഡ്റൂം വേണ്ട. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂം കണ്ട. നല്ല വലിപ്പമുള്ള ബാത്റൂം കണ്ട. നല്ല ലെങ്തി കിടക്കണേണ്. നല്ല അടിപൊളി വീടെന്ന് വെച്ചാൽ അടിപൊളി വീട്. സ്വന്തം ആവശ്യത്തിന് വേണ്ടി പണിത വീടാണ്. അത്രയും സെറ്റപ്പിലാണ് ഇത് പണിതേക്കണത്. ഇനി നമുക്ക് ഇതിന്റെ അടുത്ത സെക്കൻഡ് റൂം കാണാം. ഇതാണ് ഈ വീടിന്റെ സെക്കൻഡ് റൂം തന്നെ. റൂമിന്റെ ഒക്കെ വലിപ്പം നിങ്ങൾ നോക്കിക്കോണം കേട്ടോ. അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള റൂമാണ് എല്ലാവരും. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. ഇനി നമുക്ക് ഇതിന്റെ അടുക്കള കാണാം. ഇതാണ് ഇതിന്റെ അടുക്കള. കിച്ചണാണ് ഈ കാണുന്നത്. കിച്ചണൊക്കെ ഉണ്ട്. എന്താ സ്പേസ് നോക്കി കണ്ടോ. അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള, അതും വുഡിന്റെ കബോർഡും കാര്യങ്ങളൊക്കെ കൊടുത്ത് നല്ല ഗ്രാൻഡ് ആക്കിയേക്കണ ഒരു അടുക്കള. നമ്മുടെ കിച്ചൺ എന്നൊക്കെ പറയുകയാണെങ്കിൽ ഇതാണ് കിച്ചൺ. കണ്ടോ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. ഇവിടെ ഒരു വർക്കിംഗ് സ്പേസ് വേറെ കൊടുത്തിട്ടുണ്ട്. കണ്ടോ ഒരു അത്യാവശ്യം നല്ലൊരു ഏരിയ ഉണ്ട് ഇവിടെ. ഇവിടെ നമുക്ക് അത്യാവശ്യം നമ്മുടെ സാധനങ്ങളൊക്കെ വെക്കാനും റഫ് യൂസ് ചെയ്യാൻ പറ്റിയൊരു ഏരിയ ആണത്. ഇത് നമ്മുടെ ബാക്ക് നമ്മൾ നേരത്തെ കാണിച്ചു തന്നത്. ഇനി നമുക്ക് നേരെ മുകളിലോട്ട് കയറാം. മുകളിലോട്ട് കയറിക്കഴിഞ്ഞെങ്കിൽ മുകളിലുള്ള കാഴ്ചകളാണ്ടേ. ഇനി മുകളിലും 2 ബെഡ്റൂമാണ് ഉള്ളത്. നമുക്ക് മുകളിൽ കയറി മുകളിൽ കയറിയാം. പിന്നെ ഇതിന്റെ ലൊക്കേഷൻ പറഞ്ഞില്ല. ഇതിന്റെ ലൊക്കേഷൻ തന്നെ അങ്കമാലി കണ്ട. ഇത് 8.42 സെന്റ് സ്ഥലവും അതുപോലെ തന്നെ 2650 സ്ക്വയർ ഫീറ്റ് വീടും. ഈ വീടിന് ചോദിക്കണ വില വെറും 72 ലക്ഷം രൂപയാണ്. നെഗോഷ്യബിൾ അല്ലട്ടത്. 72 ലക്ഷം രൂപ ഫിക്സഡ് റേറ്റ് ആണ്. അവർ 75 പറഞ്ഞത്. 72 ഉറപ്പിക്കാന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞ ഒറ്റ വില മതി, നമുക്കിങ്ങനെ ബാർഗെയിൻ ചെയ്ത് തർക്കിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അത് കാരണം ഒറ്റ വിലക്ക് അങ്ങോട്ട് നിർത്താമെന്ന് പറഞ്ഞു. എല്ലാം നല്ല സെറ്റപ്പായിട്ട് ഫിനിഷ് ചെയ്തേക്കണാണ്. ഇതാണ് ബാൽക്കണി വേണ്ടത്. ഈ വീടിൻ്റെ ഫ്രണ്ടിൽ ബാൽക്കണിയാണത്. ഇവിടെയാണെങ്കിൽ നല്ല കാറ്റും വെളിച്ചമൊക്കെ കിട്ടണ നല്ല കാറ്റ് കിട്ടുകൊണ്ടിരുന്നിരുന്നെങ്കിൽ. കാരണം അങ്ങോട്ട് ഫ്രീ ആയിട്ട് കിടക്കണാറോ. ഇതിനൊക്കെ മുകളിലത്തെ നില ഫസ്റ്റ് ബെഡ്റൂമാണ്. അപ്പോൾ താഴത്തും 2 ബെഡ്റൂം, മുകളിൽ 2 ബെഡ്റൂം. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ്. ഇതും അറ്റാച്ച്ഡ് ബെഡ്റൂം വേണ്ട.
പിന്നെ ഈ വീടിന്റെ ലൊക്കേഷൻ പറഞ്ഞില്ല, ഈ വീടിന്റെ അങ്കമാലി തുറവൂരാണ് ഈ വീടിന്റെ ലൊക്കേഷൻ തന്നെ. ഇത് 8.42 സെന്റ് സ്ഥലം, 2650 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുള്ള വീട്. ഇതിന് ചോദിക്കണ വില അവര് 72 ലക്ഷം രൂപ ലാസ്റ്റ് പറയണം. ഇനി മുകളിലത്തെ നിലയിൽ 2ാമത്തെ ബെഡ്റൂം കണ്ടിത്. താഴത്തെ കൂട്ട് തന്നെ ആ സെയിം തന്നെയാണ് മുകളിലോട്ട് എടുത്തേക്കണം. ഇത് 4 ബെഡ്റൂം ഉണ്ട്, 5 ബെഡ്റൂം വേണ്ട, പറഞ്ഞത് മാറിപ്പോയാണ്. ഇത് 5 ബെഡ്റൂം ഉണ്ട്. ഇവിടെ ഒരു വാഷ് സ്പേസ് ഉണ്ട്, ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വീട് നല്ല സെറ്റപ്പ് വീടാണ്. 8 ഇവിടെ ഒരു കോമൺ ബാത്റൂം അത് കൊടുത്തിട്ടുണ്ട് മുകളിൽ. ഇനി അപ്പുറത്തെ ബെഡ്റൂം അറ്റാച്ച്ഡ് ബെഡ്റൂമാണ്. മുകളിൽ 3 ബെഡ്റൂം, താഴത്ത് 2 ബെഡ്റൂം. ഇവിടെ കബോർഡ് കാര്യങ്ങളെല്ലാം സെറ്റപ്പും ഉണ്ടല്ലോ. കണ്ടാ റൂമിന്റെ ഒക്കെ വലിപ്പം നോക്കട്ടോ, ഒരെണ്ണം പോലും ഇടുങ്ങിയ റൂമും കാര്യങ്ങളൊന്നുമില്ല. എല്ലാം നല്ല സെറ്റപ്പാണ്. കബോർഡൊക്കെ കണ്ട നല്ല സ്റ്റോറേജ് സ്പേസുള്ള കബോർഡും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അതിന്റെ ബാത്റൂം എല്ലാരും പക്കയാണ്, പക്കാ സെറ്റപ്പാണ്, പക്കാ സെറ്റപ്പ്. ഇവിടെ ഒരു ഓപ്പൺ ടെറസ് ഏരിയ ഉണ്ട്. ഇവിടെ മുകളിലോട്ട് സ്റ്റെയർ കേസ് ഉണ്ട്. നമുക്ക് വല്ല ഇതൊക്കെ വെക്കണമെങ്കിൽ ഇപ്പൊ സോളാറോ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മുകളിൽ സെറ്റ് ചെയ്യാനുള്ള സ്പേസ് അതുണ്ട്. കണ്ട ഇത്രയും ലുക്കുള്ള വീടാണ്. കണ്ട ഈ വീടിന്റെ ലുക്ക് ഒന്ന് നോക്കി കാണാൻ. കണ്ട മുറ്റത്താണെങ്കിൽ എത്ര വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. വീടാണെങ്കിൽ പുതുപുത്തം പോലെ ഇരിക്കുന്ന വീടും. ഇത്രയും സെറ്റപ്പുള്ള വീടാണ്. അതായത് ഞാൻ പറഞ്ഞില്ല നേരത്തെ, അത് 5 ബെഡ്റൂം, 8.42 സെന്റ് സ്ഥലം, 2650 സ്ക്വയർ ഫീറ്റ്. ഇതിനൊക്കെ കൂടി ചോദിക്കണ വിലയാണ് 72 രൂപ. അവര് 75 പറഞ്ഞ് 72 ഉറപ്പിക്കാന്നാണ് ആദ്യം പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് ഒറ്റ വില പറഞ്ഞു, വെറുതെ ബാർഗെയിൻ ചെയ്ത് സംസാരിച്ച് നമുക്ക് കച്ചവടം തന്നെ പോകും. കാരണം ബാർഗെയിൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അങ്ങാടും ഇങ്ങോട്ടും ഒരു വിട്ടുവീഴ്ച എന്ന് പറഞ്ഞ സംഭവം വിട്ടുപോകും. നമ്മ ഒറ്റ വില പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതങ്ങനെ ഇപ്പൊ ഞാനിപ്പോ പറഞ്ഞ കേട്ട് നിങ്ങൾക്ക് അംഗീകരിച്ച സംഭവം അങ്ങനെ ഓക്കെ ആണെങ്കിൽ ഓക്കെയാണ്. അല്ലെങ്കിൽ ഇങ്ങനെ വിലവേശി അവസാനം കച്ചവടം നടക്കൂല, തമ്മിൽ വഴക്കോ. ഇപ്പൊ 2-3 സംഭവം അങ്ങനെ ഉണ്ടായത്. കാരണം ഞാനിപ്പോ ഒറ്റ വില മാത്രമായിട്ട് ചെയ്യണം. ഒറ്റ വില എന്ന് പറയുമ്പോൾ ഇപ്പൊ ഞാനിപ്പോ പറയുമ്പോൾ പിന്നെ അങ്ങാടും ഇങ്ങോട്ട് സംസാരിക്കാനില്ല. ഇത് മറ്റേത് ഞാൻ ഈ പാർട്ടിയുടെ നമ്പർ നേരിട്ട് കൊടുക്കുമ്പോൾ അവർ ഇങ്ങാടും ഇങ്ങോട്ട് സംസാരിച്ച് കുറക്കുക അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ അവസാനം ഒരു ചൊരച്ചേർച്ചയായി പോകും. ആ ചേർച്ചയില്ലാണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കച്ചവടം നടക്കൂല, ഒന്നും നടക്കാത്തൊരവസ്ഥ വരും. അങ്ങാടും ഇങ്ങോട്ട് ഒരു വാശി ആ ഒരു മൈൻഡാവും. അതിനെന്തായാലും ഒറ്റ വില പറഞ്ഞ് ആ ഒറ്റ രീതിക്ക് അങ്ങനെ കച്ചവടം വയ്ക്കുകയാണെങ്കിൽ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പൊ അങ്ങനെ പോകുന്നത് നല്ലതെന്ന് എനിക്ക് തോന്നി. അപ്പൊ അത് കാരണമാണ് ഞാനിപ്പോ ഇങ്ങനെ പറയാം. നിങ്ങൾ ബാക്കിലേക്കാണെങ്കിൽ ഇത്രയും സ്ഥലമുള്ള കാരണം നമുക്ക് അത്യാവശ്യം പച്ചക്കറിയും കാര്യങ്ങളൊക്കെ കൃഷി ചെയ്യാനുള്ള സ്ഥലവും ഇപ്പൊ വേസ്റ്റ് കത്തിക്കാനുള്ള അങ്ങനെ എല്ലാ ഫെസിലിറ്റിയും നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ബസ് സ്റ്റോപ്പിലൂടെ ഒക്കെ നിസ്സാരമില്ല, 5 മിനിറ്റ് നടന്നിട്ടുണ്ടെങ്കിൽ ബസ് സ്റ്റോപ്പാണ്.